ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലേക്കാണ്. അവിടെ നിന്ന് ഈ നടിയാക്രമിച്ച കേസിലെ പ്രതികളെ ഇപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുവരികയാണ്. അവരെ ആ പോലീസ് ബസ്സിൽ കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിയൂരിൽ നിന്ന് അവരെ കൊണ്ടുവന്ന് ഇന്നിപ്പോൾ വിധി പ്രസ്താവം ഉണ്ടാകുമ്പോൾ കോടതിയിൽ ഹാജരാക്കാനാണ് അവരെ കൊണ്ടുവരുന്നത്. തീർച്ചയായും അവരെ വിധി പ്രസ്താവം വായിച്ചു കേൾപ്പിക്കണം. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ ഇനി ബാക്കിയുണ്ട്. 8:30 ഇവരെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത്. പക്ഷെ 10 മിനിറ്റ് നേരത്തെ തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ പുറത്തേക്ക് ഇറക്കുന്നു, നേരെ എറണാകുളം സെഷൻസ് കോടതിയിലേക്ക്. യെസ്, അപ്പോൾ ഇനിയിപ്പോൾ അറിയേണ്ടത് ഇവർക്കുള്ള ശിക്ഷാവിധി എന്തായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ പൾസർ സുനി 7.5 വർഷത്തോളം വിചാരണ കാലയളവിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വിചാരണ കാലയളവിലെ തടവ് കൂടെ ശിക്ഷാ കാലയളവായി പരിഗണിച്ചിട്ടായിരിക്കുമോ വിധി? അപ്പോൾ തന്നെ മറ്റ് പ്രതികൾ കൂടെ ഏതാണ്ട് 5 വർഷത്തോളം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. യെസ്, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൾസർ എന്നാണ് മാധ്യമപ്രവർത്തകർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സുനിൽകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പൾസറിന്റെ പൾസ് എന്തായാലും പോയിരിക്കുകയാണ്. എന്തായാലും ഇതിപ്പോ ശിക്ഷ വിധിക്കുമ്പോൾ നമുക്കറിയാം. കാരണം നീചമായൊരു കുറ്റകൃത്യം ചെയ്ത ഒരാൾക്ക് എനിക്ക് തോന്നുന്നു അത്ര വലിയ ദയൊന്നും അർഹിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് എന്ന് തോന്നുന്നു. കെട്ടുകളില്ലാത്തൊരു കേസല്ല ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുക എന്നുള്ളത്. അതിപ്പോ അവർ സ്വന്തം നിലക്ക് തീരുമാനിച്ചതാണോ അതോ പിറകിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ, ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുള്ളപ്പോൾ ഒരുപക്ഷെ പൾസർ സുനിക്ക് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടായിരുന്നുവെങ്കിൽ സുനിൽകുമാർ പല ഘട്ടത്തിൽ തുറന്നു പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇപ്പോ ഏതായാലും പൾസർ സുനി പെട്ടു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ആൾക്ക് തിരിച്ച് കാര്യങ്ങളൊക്കെ പറയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ ഈ ജയിൽവാസമൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇവിടെയൊക്കെ ജീവിക്കേണ്ട ആൾ തന്നെയാണല്ലോ. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും. എന്തായാലും നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. നടരാജ്, അതാ അവരെ അല്പസമയം മുൻപ് പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒരു 10 മിനിറ്റ് മുൻപാണ് അവരെ ഇറക്കിയത്. എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ അവരുടെ ഭാഗത്തുനിന്ന്? യെസ്, അങ്ങനെ പ്രതികളുമായി ഇപ്പോൾ കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ എറണാകുളം സെഷൻസ് കോടതിയിൽ ഇവരെ ഹാജരാക്കേണ്ടതുണ്ട്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുമ്പോൾ ഇന്ന് വിധി ഉണ്ടാകുമെങ്കിൽ വിധി പ്രസ്താവം വായിച്ചു കേൾപ്പിക്കേണ്ടതുണ്ട്. നടരാജ് പരശുരാമാണ്. നടരാജ്, അല്പസമയം മുമ്പ് പ്രതീക്ഷിച്ചതിലും 10 മിനിറ്റ് മുൻപ് അവരെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അവർ എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ എത്ര സമയം കൊണ്ട് അവിടെ എത്തിച്ചേരും? അല്പസമയം മുമ്പാണ് തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതികളെ എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് ഇന്നത്തെ നടപടികൾക്കായി കൊണ്ടുപോയി തുടങ്ങിയത്. അല്പസമയം മുമ്പാണ് ഇവരെയും കൊണ്ടുള്ള പോലീസിന്റെ വാഹനം ജയിലിന് പുറത്തേക്ക് വന്നത്. പൾസർ സുനിയെ കാണാമായിരുന്നു. പൾസർ സുനിക്കൊപ്പം മറ്റ് കേസിലെ പ്രതികളൊക്കെ തന്നെ വാഹനത്തിലുണ്ട്. 11 മണിയോടുകൂടിയാണ് കോടതി നടപടികൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്നും കൃത്യസമയത്ത് അവിടെ എത്താൻ ഒരു 8:30 ശേഷം പുറപ്പെടേണ്ടതുണ്ട്. അങ്ങനെ തന്നെയാണ് അറിയിച്ചതും. ഏതാണ്ടും പ്രതീക്ഷിച്ചതിലും 10 മിനിറ്റ് മുമ്പേ തന്നെ ഉദ്യോഗസ്ഥർ പ്രതികളെയും കൊണ്ട് പുറപ്പെട്ടതാണ് കാണുന്നത്. ഇപ്പോൾ കാണുന്ന നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പോലീസ് വാഹനത്തിലാണ് നടി ആക്രമിച്ച കേസിലെ പ്രതികളുമായി പോലീസ് ഉദ്യോഗസ്ഥർ എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് പോകുന്നത്. നമുക്കറിയാവുന്നതുവരെ രാജ്യം തന്നെ ഏറ്റവും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിയ ഒരു കേസാണ്. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാരെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. എന്ത് ശിക്ഷയാകും ഇവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ സംസ്ഥാനത്ത് സജീവ പ്രവർത്തകയായിരുന്ന ഒരു നടിയെ റോഡിൽ കൊച്ചി നഗരത്തിൽ വാഹനം ചുറ്റിക്കൊണ്ട് ഒരു സംഘം ആളുകൾ പീഡിപ്പിച്ച അതിപ്രധാനമായ കേസായിരുന്നു ഇത്. കൊട്ടേഷൻ ആരോപണം വരികയും ദിലീപ് എന്ന നടനെതിരെ വലിയ ആരോപണം വരികയും സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്താകെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു കേസാണ്. എന്തായാലും ഈ കേസിൽ എന്താകും ശിക്ഷ എന്നുള്ള കാര്യത്തിലാണ് ഇനി ആകാംക്ഷ. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരാണ് ഈ പ്രതികൾ. ഇവരുടെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ ആരാഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ അവർ ഒരു പ്രതികരണമൊന്നും തന്നെ നടത്തിയില്ല. എന്തായാലും 11 മണിക്കാണ് കോടതിയുടെ പ്രൊസീഡിങ്സ് തുടങ്ങുക. ഒരു 10:30 ഇവരെ കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്.
യെസ്, അപ്പോൾ വിയൂരിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഒരു 10:30 എറണാകുളത്തേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ്. ഇന്നിപ്പോൾ വിധി പ്രസ്താവം ഉണ്ടാകുമ്പോൾ ആദ്യം നടക്കുന്ന നടപടി രണ്ടുപേരും, അതായത് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഈ ശിക്ഷാവിധിയിന്മേലുള്ളൊരു ചെറിയ വാദം നടക്കും. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. ശിക്ഷയിൽ ഇളവ് നൽകണം, വിചാരണ കാലയളവ് കൂടി ശിക്ഷാ കാലാവധിയായി പരിഗണിക്കണമെന്നുള്ളൊരു ആവശ്യമായിരിക്കും പ്രതിഭാഗം വാദിക്കുക. എന്തായാലും അതിനുശേഷമായിരിക്കും ഒരു വിധി പ്രസ്താവത്തിലേക്ക് കോടതി. 11 മണിയോടുകൂടി നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്നിപ്പോൾ വിധി പറയണമെന്ന് നിർബന്ധമില്ല. നേരത്തെ മുസ്തഫയൊക്കെ സൂചിപ്പിച്ചതുപോലെ അത് ജഡ്ജിയുടെ വിവേചനാധികാരമാണ്. ഇന്ന്